പിണറായി സർക്കാരിൻ്റെ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സർക്കാരിൻ്റെ കരണത്തേറ്റ അടിയാണ്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ ആണ് 20 കോടിയോളം രൂപ ചെലവിട്ട് 80 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങളെയും സഹയാത്രികരെയും വീടുകൾ കയറി ഇറങ്ങി ഒരു സർവേ നടത്താൻ സർക്കാർ നിയോഗിച്ചത്. ജനുവരി 1 ആരംഭിച്ച നവകേരള സർവേ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഈ സർവേ നിർത്തിവെക്കാനും സർവേക്ക് വേണ്ടി ചിലവിട്ട പണം തിരിച്ചു പിടിക്കാനും ഉത്തരവിട്ടിരിക്കുന്നത്. ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഒരു സർവേ, അതും സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന ഒരു സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് സർവേ റദ്ദാക്കിയിരിക്കുന്നത്. 10 കൊല്ലം ഭരിച്ച ഇടതുപക്ഷ സർക്കാർ മൂന്നാം ഊഴം ഉറപ്പാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വരാനിരിക്കുന്ന കാലങ്ങളിൽ കേരളത്തിന് എന്തൊക്കെയാണ് ആവശ്യം, ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള പദ്ധതികൾ രൂപപ്പെടുത്താനുമാണത്രേ സർവേ പ്രഖ്യാപിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷവും ശബരിമല കൊള്ളയ്ക്ക് ശേഷവും ഉയർന്ന വിവാദങ്ങൾ പരിഹരിക്കാനായി പാർട്ടി അംഗങ്ങൾ വീട് കയറി ഗൃഹസന്ദർശനം നടത്തിയിരുന്നു. അത് ഫലപ്രദമല്ല എന്ന് കണ്ട സന്ദർഭത്തിലാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നവകേരള സർവേ നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. ഏറ്റവും വലിയ തമാശ, 10 കൊല്ലം ഭരിച്ചിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ സ്വപ്നങ്ങളും മനസ്സിലാക്കാൻ സർക്കാരിന് ഇനിയിപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ഉള്ളപ്പോൾ ഒരു സർവേ വേണ്ടി വരുന്നു, ഒരു ഗൃഹസന്ദർശനം വേണ്ടി വരുന്നു എന്നത് സർക്കാർ പാർട്ടി ജനങ്ങളിൽ നിന്ന് എത്രത്തോളം അകലത്തിലാണ് എന്ന് തെളിയിക്കുന്നതാണ്. എന്തായാലും ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെന്നാണ് വ്യവസായ മന്ത്രി P രാജീവിൻ്റെ കണ്ടുപിടുത്തം. സാങ്കേതിക കാരണങ്ങളൊന്നുമല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നത്. ഈ വിധി വന്നതിന് ശേഷം കളക്ടർ ബ്രോ N പ്രശാന്ത് നടത്തിയ പ്രതികരണമാണ് വളരെ പ്രസക്തം. അദ്ദേഹം പറഞ്ഞത് ചീഫ് സെക്രട്ടറി ജയതിലക് IAS കേഡറിനെ പാർട്ടി കേഡറാക്കി മാറ്റിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. IAS കേഡറിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ സേവിക്കേണ്ടത് ജനങ്ങളെയാണ്, സർക്കാരിനെയാണ്, അല്ലാതെ പാർട്ടിയെ അല്ല. പാർട്ടി കേഡർമാരല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. ആ തെറ്റിദ്ധാരണ കൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ ബുദ്ധിയിൽ ഉദിച്ച നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതി ചീഫ് സെക്രട്ടറി ജയതിലകന് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഈ ഉത്തരവ് എന്നാണ് കളക്ടർ ബ്രോ പ്രശാന്ത് പറഞ്ഞത്.